വെളിച്ചെണ്ണ വില കുത്തനെയുയർന്നതോടെ വിപണിയിൽ കളം നിറയുകയാണ് വ്യാജന്മാർ. ജനപ്രിയ ബ്രാൻഡുകളുടെ പേരിലും ഇതിനോട് സാമ്യം തോന്നുന്ന പാക്കുകളിലുമാണ് വ്യാജൻ വിപണിയിലേക്ക് ഒഴുകുന്നത്. 7 ജില്ലകളിൽ നിന്നായി 16,565 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനകം പിടിച്ചെടുത്തത്. നിങ്ങൾ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുപോയ വെളിച്ചെണ്ണയിലും വ്യാജൻ കടന്നുകൂടിയിട്ടുണ്ടാകും. നമുക്ക് വീട്ടിൽ തന്നെ ഇത് പരിശോധിക്കാൻ മാർഗങ്ങളുണ്ട്. ഇതൊന്ന് നോക്കൂ. വെളിച്ചെണ്ണ ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒഴിച്ച് അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസറിന് പുറത്ത് സൂക്ഷിക്കുക. എണ്ണ ശുദ്ധമാണെങ്കിൽ കട്ടയാകും, നിറമുണ്ടാകില്ല. മായമുണ്ടെങ്കിൽ നിറവ്യത്യാസം കാണിക്കും. മറ്റൊരു മാർഗം എണ്ണയിൽ അല്പം വെണ്ണ ചേർക്കുകയാണ്. നിറം ചുവപ്പായാൽ പെട്രോളിയം പോലുള്ള മായം ചേർത്തെന്ന് സംശയിക്കണം. നേരിയ ചുവപ്പ് നിറമെങ്കിൽ ആർജിമോൺ ഓയിൽ ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ ചെറിയ തീയിൽ ചൂടാക്കുമ്പോൾ നല്ല മണമുണ്ടാകും. മായം ചേർത്തതാണെങ്കിൽ ചൂടാക്കുമ്പോൾ അസ്വാഭാവികമായ മണമുണ്ടാകും. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു നോക്കൂ. ശുദ്ധമായ വെളിച്ചെണ്ണ വെള്ളത്തിൽ ലയിക്കില്ല, അത് മുകളിൽ പാളിയായി നിൽക്കും. ഈ മാർഗങ്ങളൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. വ്യാജ വെളിച്ചെണ്ണ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല. മറവി രോഗം, തലവേദന, ഹൃദ്രോഗം, സ്ട്രോക്ക് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യരംഗത്തുള്ളവർ പറയുന്നത്.